ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നീതുവും ഹരീഷും സ്നേഹത്തോടുകൂടി ഫോണിൽ സംസാരിക്കുമ്പോൾ പുറത്തിരിക്കുന്ന നിധിയും നികേഷും ഹരീഷിനെ ശ്രദ്ധിക്കുകയാണ്. നീതുവിന്റെ സംസാരം കേൾക്കുന്ന അഖിൽ പറയുന്നു, അമ്മേ അവൾ ആ ഹരീഷിനോട് സംസാരിക്കുന്നേ. അവൾ അവനോട് ഫോണിൽ പറയുക 2 വർഷത്തേക്ക് കുട്ടികൾ വേണ്ട, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി വാതിൽ തുറക്കെന്ന് പറഞ്ഞ വാതിൽ തട്ടി ബഹളം വെക്കുകയാണ് അമ്മ. നീതു പറയുന്നു, ശരി ഹരീഷ്, ഇവിടെ വലിയ ഡിസ്റ്റർബൻസാ, ഞാൻ പിന്നെ നിന്നെ വിളിക്കാമേ. ശരി എന്ന് പറഞ്ഞ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. കാതൊക്കെ തുറക്കെന്ന് പറഞ്ഞ അമ്മ ബഹളം വെക്കുമ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന നീതു ചോദിക്കുന്നു, എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ ഇങ്ങനെ വാതിൽ തട്ടിക്കൊണ്ടിരിക്കുന്നേ? അപ്പൊ അമ്മ ചോദിക്കണ, നാണോ ഇല്ലേടി നിനക്ക്? അവനോട് സംസാരിക്കരുതെന്ന് ഞങ്ങൾ എല്ലാവരും നിന്നോട് പറഞ്ഞതല്ലേ? നീ അവനോട് സംസാരിക്കാൻ മാത്രമല്ല കല്യാണത്തിന് ശേഷം എങ്ങനാ ജീവിക്കണ്ടേന്ന് വരെ തീരുമാനിക്കുന്നു. ഇവനാണോ പറഞ്ഞെന്ന് നീതു ചോദിക്കുമ്പോൾ അഖിൽ ചോദിക്കണ്ട, നീ പറഞ്ഞില്ലെന്നാണോ? അപ്പൊ നീതു പറയുന്നു, ഞാൻ പറഞ്ഞു, ഞാൻ ഹരീഷിനെയാ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. അമ്മ ചോദിക്കണ, വിവരം ഇല്ലടി നിനക്ക്? അവനെ കാണരുത് സംസാരിക്കരുതെന്ന് വീട്ടിലുള്ള 3 പേര് പറഞ്ഞിട്ട് നിനക്ക് അനുസരിക്കാൻ തോന്നുന്നില്ലേ? അതൊന്നും നിന്റെ കാതി കേൾക്കുന്നില്ലേ? അപ്പൊ നീതു പറയണ, ഞാൻ കേൾക്കത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെ അടുത്ത് ബഹളം വെക്കുന്നേ? ഞാൻ ഇനിയും ഹരീഷിനോട് സംസാരിക്കും, നിങ്ങൾ എന്ത് ചെയ്യും? അഖിൽ പറയുന്നു, ഇവളോടൊന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലമ്മേ. അപ്പൊ അമ്മ പറയണ, 4 എണ്ണം അങ്ങോട്ട് കൊടുക്കടാ. അഖിൽ ചോദിക്കുന്നത്, നിനക്കെന്താ? അവനെ കല്യാണം കഴിക്കണം, അവന്റെ കുട്ടികളെ പ്രസവിക്കണം അല്ലേ? അങ്ങനെ അഖിൽ നീതുവിനെ തല്ലുമ്പോൾ നീതുവും തിരിച്ചു തല്ലുകയാണ്. അമ്മ പറയുന്നു, നിർത്തടി, അവൻ നിന്റെ ചേട്ടനാ, നിന്നെ അടിക്കും, നീ തിരിച്ചടിക്കോ? നീതു ചോദിക്കുന്നു, അവൻ എന്നെ അടിച്ചപ്പോൾ അമ്മ ചോദിച്ചോ? പെങ്ങളെ എന്തിനാ അടിച്ചെന്ന് ചോദിച്ചോ? ഇപ്പൊ കിടന്ന് ബഹളം വയ്ക്കുന്നു. നിനക്ക് ഞാൻ തരാടി എന്ന് പറഞ്ഞ് അമ്മ ചൂലെടുത്ത് നീതുവിനെ തല്ലുകയാണ്. അമ്മ വേണ്ടെന്ന് പറഞ്ഞ് നീതു അമ്മയെ തടയാൻ ശ്രമിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അഖിൽ. ദേഷ്യത്തോടു കൂടി ചൂല് പിടിച്ചു വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ് നീതു റൂമിനകത്തേക്ക് കയറി വാതിൽ അടയ്ക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വാടിയെന്ന് പറഞ്ഞ് അഖിൽ വാതിലിൽ തട്ടി ബഹളം വെക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സുധീഷ് നിധിയെ 8 എടുക്കാൻ പഠിപ്പിക്കുകയാണ്. സ്കൂട്ടറിലിരിക്കുന്ന നിധി സുധീഷിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിൽ ഓർക്കുകയാണ് സുധീഷിനോട് പറഞ്ഞത്, നിന്നെ പോലൊരു ഫ്രോഡിനെ ഞാൻ എന്തിനു പ്രണയിക്കണം? തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന സുധീഷ് പറയുന്നു, നിധി, ഇതേപോലെ ഒരു ഗ്രൗണ്ടിലായിരിക്കും ടെസ്റ്റ് നടക്കുക, ഒരുപാട് ആൾക്കാരും കാണും, അതുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടി വേണം ഓടിക്കാൻ. ആർച്ച ഉണ്ടായിരിക്കും, വണ്ടി ഓടിക്കുന്നവരെല്ലാവരും ആ സൈഡിൽ നിൽക്കും. ആദ്യം നേരെ പോയിട്ട് വരാൻ പറയും, അതിനുശേഷം ഇതേപോലെ 8 എടുക്കാൻ പറയും. നിധി ഒന്ന് 8 എടുത്ത് നോക്ക്, ശ്രദ്ധിച്ചോടിക്കണേ. ശരിയെന്ന് പറഞ്ഞ് നിധി 8 എടുക്കാൻ ശ്രമിക്കുകയാണ്. നിധി കാല് താഴേക്ക് കുത്തുമ്പോൾ സുധീഷ് പറയുന്നു, നിധി കാല് താഴെ കുത്തരുത്, കാല് താഴെ കുത്താതെ ബാലൻസ് ചെയ്ത് വേണം ഓടിക്കാൻ. ശരി, ഒരു പ്രശ്നമില്ല, ഒന്നുകൂടെ ഓടിക്ക്. സ്കൂട്ടറുമായി നിധി സുധീഷിന്റെ അരികിലേക്ക് വരുമ്പോൾ സുധീഷ് പറയണ, നിധിക്ക് നല്ല പേടിയുണ്ട്, ടെൻഷൻ ആകാതെ സമാധാനത്തോടു കൂടി ഓടിച്ചാൽ മതി, ബ്രേക്കും സ്പീഡും കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നിധി പറയണ, അത് RTO ഒക്കെ ഇവിടെ കാണുമെന്ന് പറഞ്ഞില്ലേ, അതാ എനിക്കൊരു പേടി. അപ്പൊ സുധീഷ് പറയുന്നു, അതൊന്നും ഒരു പ്രശ്നമല്ല നിധി, ധൈര്യമായിട്ട് ഓടിച്ചാൽ മതി. നിധി ആത്മവിശ്വാസത്തോടു കൂടി ഓടിച്ചാൽ മാത്രമേ നിധിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ ഇല്ലയോ എന്ന് അവര് ജഡ്ജ് ചെയ്യും. ഒരു തവണ കൂടി 8 എടുത്ത് പ്രാക്ടീസ് ചെയ്യും. 8 എടുക്കാൻ ശ്രമിക്കുന്ന നിധി വീണ്ടും കാല് നിലത്ത് കുത്തുകയാണ്. സുധീഷ് പറയുന്നു, നിധി ബാലൻസ് ചെയ്ത് ഓടിക്ക്. നിധിക്ക് നന്നായി 8 എടുക്കാൻ കഴിയുന്നില്ല. സുധീഷ് പറയുന്നു, നിധി ഒന്നിറങ്ങ്, ഞാൻ ഓടിച്ചു കാണിക്കാം. അങ്ങനെ സുധീഷ് നിധിക്ക് 8 എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ശേഷം നിധിയും 8 എടുക്കാൻ ശ്രമിക്കുന്നു. സുധീഷ് നിധിയുടെ പിന്നിലേക്കിരുന്ന് 8 എടുക്കാൻ പഠിപ്പിക്കുകയാണ്. തുടർന്ന് നിധി നന്നായി ഓടിക്കാത്തത് കൊണ്ട് ടെൻഷനോടുകൂടി വണ്ടിയിൽ നിന്നിറങ്ങി ആലോചിച്ച് നിൽക്കുകയാണ് സുധീഷ്. നിധിയും സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം നിധിയുടെ സ്കൂട്ടറിന്റെ പിന്നിൽ പിടിച്ച് 8 എടുപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് സുധീഷ്. തുടർന്ന് നിധി ക്ഷീണത്തോടു കൂടി ഇരിക്കുമ്പോൾ ദാ കുടിക്കെന്ന് പറഞ്ഞ് സുധീഷ് വെള്ളം എടുത്തു കൊടുക്കുന്നു. വിഷമത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് വെള്ളം കുടിക്കുകയാണ് നിധി. സുധീഷ് വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ നിധി പറയുന്നു, സോറി, ഞാൻ 8 എടുക്കുന്നത് ശരിയാകുന്നില്ല അല്ലേ? അപ്പൊ സുധീഷ് പറയണ, അതൊന്നും കുഴപ്പമില്ല, നാളെ RTOയുടെ മുന്നിൽ ഓടിക്കുന്നതോർത്ത് നിധി ടെൻഷനായിട്ട് ഓടിക്കുന്നത് കൊണ്ടാ. 2-3 തവണ കൂടി ഒന്ന് ഓടിച്ചു നോക്കിയാൽ ശരിയാകും. ഒരുപാട് നേരം ഓടിച്ചു കാണിക്കണമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഇല്ല, ഒരു 5 മിനിറ്റ് ടെൻഷൻ ആകാതെ ഓടിച്ചാൽ മാത്രം മതി. നിധി ചോദിക്കണ, നന്നായി ഓടിച്ചില്ലെങ്കിൽ ലൈസൻസ് കിട്ടില്ലല്ലേ? അപ്പൊ സുധീഷ് പറയണ, കിട്ടില്ല, അതൊന്നും പ്രശ്നമല്ല നിധി ധൈര്യമായിട്ട് ഓടിച്ചാൽ മതി. നിധി ഒരു റൗണ്ടും കൂടി പോയിട്ട് വാ. നിധി പാടുപെട്ട് 8 എടുക്കാനായി ശ്രമിക്കുകയാണ്. സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുന്നു. തുടർന്ന് സുധീഷ് പറയണ, വാ നിധി, കുറെ നേരമായി വണ്ടി ഓടിക്കുകയല്ലേ, കുറച്ചു നേരം തണലത്തിരുന്ന് റെസ്റ്റ് എടുക്ക്. ഇത് കേട്ട് നിധി കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന് വെള്ളം എടുത്തു കൊടുക്കുകയാണ് സുധീഷ്. നിധിയെ വിയർക്കുന്നത് കണ്ട് പോക്കറ്റിൽ നിന്നും ടവലും എടുത്തു കൊടുക്കുന്നു. നിധി അത് വാങ്ങി മുഖം തുടയ്ക്കുകയാണ്. സുധീഷ് ടെൻഷനോടുകൂടി ആലോചിച്ച് കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുമ്പോൾ നിധി ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷ് ഇടയ്ക്ക് നിധിയെ ശ്രദ്ധിക്കുന്നു. തുടർന്ന് അവർ ടെസ്റ്റിന് വരികയാണ്. നിധി ടെൻഷനോടുകൂടി സുധീഷിന്റെ അരികിൽ നിൽക്കുകയാണ്. ഒരു പെൺകുട്ടി 8 എടുക്കുന്നത് കണ്ട് RTO പറയുകയാണ്, എന്താ ഈ കുട്ടി ഇങ്ങനെ ഓടിക്കുന്നത്? വണ്ടി ഓടിക്കാൻ അറിയാതെ എന്തിനാ ലൈസൻസ് എടുക്കാൻ വരുന്നേ? നന്നായി പഠിച്ചിട്ട് വാ, അടുത്ത ആളെ വിളിക്ക്. അടുത്ത പേര് വിളിക്കുമ്പോൾ ഒരു പയ്യൻ 8 എടുക്കാനായി പോവുകയാണ്. ടെൻഷനോടുകൂടി നിധി പറയുന്നു, സുധീഷ്, എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ സുധീഷ് പറയണ, നിധി ഇതൊന്നും കണ്ട് പേടിക്കണ്ട, നിധി നേരത്തെ ഓടിച്ചത് ഓർമ്മയിൽ വെച്ചോ, ദേ
ആ കോണൊക്കെ കണ്ടില്ലേ, അതൊന്നും തട്ടിയിടാതെ വരയിൽ നിന്നും പുറത്തേക്ക് പോകാതെ ആ വരയിലൂടെ തന്നെ ഓടിക്കണം. അത്രേ ഉള്ളൂ, ഈസിയാ. അവിടെ ഇരിക്കുന്ന ആർടിഒയെ കുറിച്ചും ഇവിടെയുള്ള ആൾക്കാരെ കുറിച്ചും ഒന്നും നിധി ചിന്തിക്കണ്ട. വണ്ടി നന്നായിട്ട് ഓടിക്കണമെന്ന് മാത്രം മനസ്സിൽ മതി. നിധി നന്നായി ഓടിക്കും, പേടിക്കണ്ട. നിധിയുടെ പേര് അവിടെ വിളിക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി നമ്മളെ വിളിക്കുന്നേ, വാ ദേ നോക്ക്, പേടിക്കണ്ട, കോൺഫിഡന്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെ സുധീഷ് സ്കൂട്ടർ മുന്നോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ്. നിധി ടെൻഷനോടുകൂടി സ്കൂട്ടറിലേക്ക് ഇരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി പേടിക്കണ്ട, ഓൾ ദ ബെസ്റ്റ്, ധൈര്യമായിട്ട് ഓടിക്കുക. അങ്ങനെ സുധീഷ് കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ നിധി ഭയത്തോടു കൂടി സ്കൂട്ടറിൽ ഇരിക്കുകയാണ്. ആർടിഒ പറയുന്നു, ഓടിക്കാൻ പറ. വനിതാ പോലീസ് പറയുന്നു, കുട്ടി ഓടിക്ക്. നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, നിധി മുന്നോട്ട് പോ. നിധി പാടുപെട്ട് എട്ടെടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കാലും നിലത്ത് കുത്തുന്നുണ്ട്. വരയിലൂടെ എട്ടെടുക്കാൻ നിധിക്ക് പറ്റുന്നില്ല. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി ആർടിഒ ചോദിക്കുന്നു, ഇതെന്താ ഇങ്ങനെ ഓടിക്കുന്നേ? പുറത്തിറങ്ങാൻ പറ. ഏത് ഡ്രൈവിംഗ് സ്കൂളിലാണ് പഠിച്ചിട്ട് വന്നത്? വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളെയാണോ ലൈസൻസ് എടുക്കാൻ പറഞ്ഞു വിട്ടേക്കുന്നേ? നന്നായിട്ട് പഠിച്ചിട്ട് വരാൻ പറ. നിധി റിജക്റ്റഡ്. വനിതാ പോലീസ് പറയുന്നു, പെട്ടെന്ന് പുറത്തേക്ക് പോ. വാന്ന് പറഞ്ഞ് നിധിയെ സ്കൂട്ടറിൽ നിന്നിറക്കി സുധീഷ് നിധിയെയും കൂട്ടി മുന്നോട്ടേക്ക് പോവുകയാണ്. വിഷമത്തോടുകൂടി നിധി ചോദിക്കുന്നു, എന്താ സുധീഷ് പോകാൻ പറഞ്ഞേ? എനിക്കിനി ലൈസൻസ് കിട്ടില്ലേ? സോറി സുധീഷേ, ഞാൻ പേടിച്ചു പോയി. അപ്പൊ സുധീഷ് പറയണ, നിധി ടെൻഷൻ ആവണ്ട, ഞാൻ പോയെന്നാ സംസാരിച്ചു നോക്കട്ടെ. അപ്പൊ നിധി പറയണ, സുധീഷ് അയാള് നല്ല ദേഷ്യത്തില, ഒന്നുകൂടി പഠിച്ചിട്ട് മറ്റൊരു ദിവസം വരാം. അപ്പൊ സുധീഷ് പറയണ, അതൊന്നും വേണ്ട നിധി, ഞാനൊന്ന് പോയി സംസാരിച്ചിട്ട് വരാം. അങ്ങനെ ആർടിഒയുടെ അരികിലേക്ക് ചെന്ന് സുധീഷ് പറയുന്നു, സർ, നിധി എല്ലാവരെയും കണ്ടപ്പോൾ പേടിച്ചു പോയതാ, ഒരു ചാൻസും കൂടി തരണം. ആർടിഒ ചോദിക്കുന്നു, ആരാ നിങ്ങള്? ജോലി ചെയ്യുമ്പോൾ ശല്യപ്പെടുത്താൻ വന്നിരിക്കുക. വനിതാ പോലീസ് ചോദിക്കുന്നു, ആരാ നിങ്ങള്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ സുധീഷ് പറയണ, മാഡം ഇപ്പം വണ്ടി ഓടിച്ചില്ലേ നിധി, ഞാൻ നിധിയുടെ ഹസ്ബൻഡാ. വനിതാ പോലീസ് ചോദിക്കണ, വരയിലൂടെ ഓടിക്കാതെ കാല് മേളിലോട്ട് വെക്കാതെ ഇൻഡിക്കേറ്റർ ഇടാതെ ഓടിച്ച ആളല്ലേ? അപ്പൊ സുധീഷ് പറയുന്നു, അതെ മാഡം, ഇത്രയും ആളുകളെ കണ്ട് പേടിച്ചു പോയതാ. സർ, ഒരേ ഒരു ചാൻസും കൂടി തരണം പ്ലീസ് സർ. ഇത് കേട്ട് ആർടിഒ പറയുകയാണ്, റോഡിലൂടെ 1000 വണ്ടികൾ പോകും, അതുകൊണ്ട് ഇങ്ങനെ പറയുന്നാൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ? ആദ്യം നന്നായി പഠിച്ചിട്ട് വരാൻ പറ. അപ്പൊ സുധീഷ് പറയണ, അതല്ല സർ, നിധി നന്നായി ഓടിക്കും, പ്ലീസ് സർ, ഒരു ചാൻസ് ഇതാ. ആർടിഒ പറയുന്നു, അടുത്ത ആളെ വിളിക്ക്. അവിടെ അടുത്ത ആളെ വിളിക്കുമ്പോൾ സുധീഷ് വിഷമത്തോടുകൂടി ആർടിഒയുടെ അരികിൽ തന്നെ നിൽക്കുകയാണ്. നിധിയും വിഷമത്തോടുകൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. സുധീഷ് സാറേന്ന് വിളിക്കുമ്പോൾ ആർടിഒ ചോദിക്കണ, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? അപ്പൊ സുധീഷ് പറയുന്നു, സർ പ്ലീസ് സർ, ഒരു ചാൻസ് കൂടി തരണം. എല്ലാവരും ഓടിച്ചു കഴിഞ്ഞതിന് ശേഷം നിധിക്ക് ഒരു ചാൻസ് കൂടി തരണം സർ, അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം സർ, പ്ലീസ് സർ. ആർടിഒ ദേഷ്യത്തോടുകൂടി സുധീഷിനോട് സംസാരിക്കുന്നുവെങ്കിലും സുധീഷ് വീണ്ടും നിധിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. പ്ലീസ് സർ, ഒരു ചാൻസ് താ, നന്നായി ഓടിക്കുന്ന ആളാ. സുധീഷ് എന്ന് വിളിച്ച നിധി അരികിലേക്ക് വരുമ്പോൾ സുധീഷ് പറയുന്നു, നിധി അവിടെ തന്നെ നിൽക്ക്, ഞാൻ സംസാരിച്ചിട്ട് വരാം. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് ഒരു മിനിറ്റ്, നമുക്ക് ഒന്നുകൂടി പഠിച്ചിട്ട് വരാം. എന്റെ ഭാഗത്തെ തെറ്റ്, ഞാൻ നന്നായി ഓടിക്കേണ്ടതായിരുന്നു. അപ്പൊ സുധീഷ് പറയുകണ, നിധി ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഒന്നുകൂടി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. നിധി അങ്ങോട്ട് പോയി നിൽക്ക്. അപ്പൊ നിധി പറയണ, വാ സുധീഷേ പ്ലീസ്, നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ സുധീഷ് പറയണ, നിധി പ്ലീസ്, നിധി അങ്ങോട്ട് മാറി നിൽക്ക്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഇത് കേട്ട് വിഷമത്തോടുകൂടി നിധി കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. ആർടിഒയുടെ മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുകയാണ് സുധീഷ്. ഇത് കണ്ട് വളരെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് നിധി. തുടർന്ന് ആർടിഒ പറയുന്നു, ശരി ശരി, അവസാനം വരാൻ പറ. ഓ ഓക്കെ സർ, താങ്ക് യു എന്ന് പറഞ്ഞ് കൈകൂപ്പി സന്തോഷത്തോടുകൂടി നിധിയുടെ അരികിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, നിധി ആർടിഒ ഒരു ചാൻസും കൂടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്, നിധിയെ ഏറ്റവും അവസാനം വിളിക്കാന്നാ പറഞ്ഞേ. അതിനുള്ളിൽ നിധി നന്നായി ഓടിച്ചു പഠിക്കണം. വാ നിധി, നമുക്ക് അങ്ങോട്ട് മാറി എന്ന് പഠിക്കാം. ഇതേ നോക്ക് നിധി, നന്നായി ശ്രദ്ധിച്ച് ഓടിക്കണം. ഈ ടെസ്റ്റ് പാസ്സായാൽ നിധി ആഗ്രഹിച്ചതുപോലെ ഈ വണ്ടിയുമായി ഓഫീസിലേക്ക് പോകാം. നിധിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കാം. അതെല്ലാം ഓർത്ത് നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഓടിക്ക്. വനിതാ പോലീസ് ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നു, നന്നായി പഠിക്കാതെ എന്തിനാ ലൈസൻസ് എടുക്കാൻ വരുന്നത്? കാലം നിടത്തൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ അവർ ആ പെൺകുട്ടിയെ വഴക്ക് പറയുമ്പോൾ ഭയത്തോടുകൂടി നിധി പറയുന്നു, സുധീഷ് എനിക്ക് പേടിയാകുന്നു, വാ നമുക്ക് പോകാം. അപ്പൊ സുധീഷ് പറയണ, നിധി ഒരു തവണ കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇത് കേട്ട് നിധി പറയുന്നു, ഇല്ല സുധീഷ് എനിക്ക് പേടിയാ, നമുക്ക് പോകാന്ന് പറഞ്ഞ നിധി അവിടെ വന്ന് പോകുമ്പോൾ നിധി എന്ന് വിളിച്ച് പിന്നാലെ പോവുകയാണ് സുധീഷ്. ഇതെല്ലാം കണ്ട് ടെൻഷനോടുകൂടി കുറച്ച് അപ്പുറത്തായി നിന്ന് അവരെ നോക്കുകയാണ് തോമസ് ഏട്ടൻ. നിധി പറയുന്നു, സുധീഷ് എനിക്ക് പേടിയാ, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റാത്തത് കൊണ്ടാ. ദേഷ്യത്തോടുകൂടി സുധീഷ് ചോദിക്കുന്നു, തനിക്ക് പിന്നെ എന്താ പറ്റുക? എടോ, തനിക്ക് വാചകം അടിക്കാനല്ലാതെ ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ല. മോഹം മാത്രം പോരാ, നേരിടാനുള്ള വിൽ പവർ കൂടി വേണം. അത് ഇയാൾക്കില്ലടോ. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഒറ്റയ്ക്കൊരു വണ്ടി പോലും ഓടിക്കാൻ അറിയില്ല. ഒരു 2 വീലറിന് എട്ടെടുക്കാനുള്ള കഴിവില്ല. വലിയ ആർക്കിടെക്ട് ആകണമെന്ന്, പുറത്തു പോകണം, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ. ചെന്ന് നോക്ക്, പെണ്ണുങ്ങളൊക്കെ ലോറി വരെ ഓടിക്കുന്നുണ്ട്. ഇതൊരു സാധാരണ 2 വീലറാ, ഇതുപോലും ഓടിക്കാൻ പറ്റുന്നില്ലേ? ലൈസൻസ് എടുക്കാൻ വന്നിരിക്കുന്ന ആളെ കണ്ടില്ലേ? ഇത് ലാസ്റ്റ് ചാൻസ്. ഇത്തവണ റിജക്ട് ആയാൽ വീണ്ടും ഞാൻ ലൈസൻസ് എടുക്കാൻ കൂടെ വരില്ല. ഇതോടെ അവസാനിച്ചു, എന്തെങ്കിലും ചെയ്തോ, ഞാൻ പോവാ. അങ്ങനെ സുധീഷ് നിധിയെ വഴക്ക് പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി നിധി പറയുന്നു, നിർത്ത്, എനിക്ക് കഴിയുമോന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നിധി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച് തലയാട്ടി നിധിയെ നോക്കുകയാണ് സുധീഷ്. തോമസ് ഏട്ടന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, വണ്ടിതാ. സുധീഷ് പുഞ്ചിരിച്ച് അരികിലേക്ക് വരികയാണ്. ആർടിഒ ഏറ്റവും ഒടുവിൽ നിധിയുടെ പേര് വിളിക്കുകയാണ്. നിധി വളരെ ഭംഗിയായി ഏറ്റെടുക്കുന്നു. ഇത് കണ്ട് വളരെ സന്തോഷത്തോടുകൂടി
കൂടി നിൽക്കുകയാണ് സുധീഷും തോമസ് ഏട്ടനും. തുടർന്ന് ആർട്ടിഒ പറയുന്നു, ഓക്കെ നന്നായി ഇട്ടെടുത്തു, പേര് നോട്ട് ചെയ്തു. അപ്പൊ സുധീഷ് പറയുകയാണ്, പേര് നിധി. തോമസ് ഏട്ടൻ ആർട്ടിയുടെ അരികിലേക്ക് ചെന്ന് സംസാരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി സൂപ്പർ ആയിട്ട് ഓടിച്ചു, നെഗറ്റീവ് മോട്ടിവേഷൻ നന്നായി വർക്കായല്ലോ. ഇത് കേട്ട് നിധി ചോദിക്കണ, അപ്പൊ സുധീഷ് എന്നെ വേണോന്ന് കരുതി വഴക്ക് പറഞ്ഞാണോ? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, അതെ നിധി, ഞാൻ ക്ഷമയോടുകൂടി പറഞ്ഞപ്പോൾ നിധി കേട്ടില്ല, എങ്കിൽ പിന്നെ വഴക്ക് പറഞ്ഞു നോക്കാന്ന് വിചാരിച്ചു, വർക്കൗട്ടായി. അപ്പൊ നിധി പറയണ, സുധീഷ് എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞതാണെന്നാ ഞാൻ ഓർത്തത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, ഞാൻ നിധി അങ്ങനെ വഴക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിധി ഇപ്പം നന്നായി വണ്ടി ഓടിക്കുമായിരുന്നോ? ഇത് കേട്ട് സന്തോഷത്തോടുകൂടി തലയാട്ടുകയാണ് നിധി. സുധീഷും വളരെ സന്തോഷത്തോടുകൂടി നിധിയെ നോക്കുന്നു. ആർട്ടിഒയും തോമസ് ഏട്ടനും സംസാരിച്ചേൽക്കുമ്പോൾ സുധീഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. തുടർന്ന് രാവിലെ 9 മണിക്ക് ശേഷം ഉറക്കം എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് നീതു. അഖില് പോയി ഉറപ്പിച്ചതിന് ശേഷമാണ് നീതു പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. നീതുവിനെ കണ്ട് ദേഷ്യത്തോടു കൂടി സംസാരിക്കുകയാണ് അമ്മ. അപ്പൊ ചന്ദ്രൻ പറയുന്നു, നീതു നീ എന്താ പറഞ്ഞാ കേൾക്കാത്തെ? ആ ഹരീഷിനെ കാണരുത് സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നീ സംസാരിക്കുകയും കാണുകയും ചെയ്യുന്നു. ഇവിടുത്തെ ബഹളം ഇപ്പം പുറത്തുള്ളവരും കേൾക്കുന്നുണ്ട്. ദിവസവും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുക. ഇത് കേട്ട് അമ്മ പറയുകയാണ്, ഇവളിങ്ങനെ നമ്മളെ നാണം കെടുത്തുന്നതിലും ഭേദം നമ്മൾ എല്ലാവരും കൂടി അങ്ങ് ചാകുന്നതാ. ഇത് കേട്ട് നീതു ചോദിക്കുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ എല്ലാവരും എന്തിനാ ചാകുന്നേ? എനിക്ക് ഹരീഷിനെ ഇഷ്ടമാ, ഞാൻ സംസാരിക്കും, അതിന് നിങ്ങൾക്ക് എന്താ? അപ്പൊ അമ്മ പറയുകയാണ്, ഞങ്ങൾക്ക് എന്താ കുഴപ്പമെന്നോ? നീ അവനെ കല്യാണം കഴിച്ചങ്ങ് പോകും, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കണ്ടേ? നാട്ടുകാര് ഞങ്ങളെ നോക്കി പരിഹസിക്കും, അവരുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ എന്ത് മറുപടി പറയും? അപമാനം താങ്ങാതെ ചാകേണ്ടി വരില്ലേടി. ഇത് കേട്ട് നീതു പറയുകയാണ്, ചുമ്മാതെ ഇങ്ങനെ സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യണ്ട. ആരെങ്കിലും ചോദിച്ചാൽ അവൾ എന്റെ മകളല്ല, എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ എന്ന് പറ. എങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ അമ്മയെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഈ സമയം നീതുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഹരീഷ്. കോള് കണ്ട് നീതു സന്തോഷത്തോടു കൂടി ഫോണിലേക്ക് നോക്കുമ്പോൾ ആരടി ഫോണിലെന്ന് ചോദിച്ച് ഫോൺ പിടിച്ചു വാങ്ങി അമ്മ പറയണേ, ദേ നോക്കി കണ്ടോ, അവനാ വിളിക്കുന്നേ. ഹരീഷ് എന്ന് പറഞ്ഞ് എത്ര ഹാർട്ട് വെച്ചാ സേവ് ചെയ്തേക്കുന്നത് നോക്ക്. ഇവിടെ നമ്മൾ പറയുന്നത് കേട്ടാ പോലും അവൻ കേൾക്കില്ല. അവനാ ഇതിനെല്ലാം കാരണക്കാരൻ. ഒന്നും അറിയാത്തതുപോലെ അവള് സംസാരിച്ചാൽ ഞാൻ സംസാരിക്കും, അവള് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ് നല്ലവനായതല്ലേ. ദേഷ്യത്തോടു കൂടി വിരൽ ചൂണ്ടി നീതു പറയുന്നു, ആവശ്യമില്ലാതെ ഹരീഷിനെ കുറിച്ച് അനാവശ്യം പറയരുത്, ഫോൺ ഇങ്ങോട്ട് താ. ഫോൺ താന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാനായി ശ്രമിക്കുകയാണ് നീതു. അമ്മ ചോദിക്കുന്നു, നിനക്ക് ഫോണല്ലേ വേണ്ടത്? ഇതുള്ളത് കൊണ്ടല്ലേ നീ അവനോട് സംസാരിക്കുന്നേ? ഇനി നീ എങ്ങനെ അവനോട് സംസാരിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. അങ്ങനെ ഫോൺ വലിച്ചെറിയുകയാണ് അമ്മ. അയ്യോ എന്റെ ഫോൺ, അമ്മയ്ക്ക് വട്ടാണോ എന്ന് ചോദിച്ച് ഫോൺ എടുത്ത് നോക്കി നീതു ചോദിക്കുന്നു, എന്തിനാ എന്റെ ഫോൺ പൊട്ടിച്ചത്? നോക്ക് എന്റെ ഫോൺ പൊട്ടിയിരിക്കുന്ന കണ്ടില്ലേ? അപ്പൊ അമ്മ പറയണ, അത് പൊട്ടാൻ വേണ്ടി തന്നെ അടി ഞാൻ വലിച്ചെറിഞ്ഞത്. ഇനി നീ എങ്ങനെയാണ് അവനോട് സംസാരിക്കുന്നതെന്ന് ഞാനത് കാണട്ടെ. നീതു ചോദിക്കുന്നു, ഫോൺ പൊട്ടിച്ചാൽ ഞാൻ സംസാരിക്കില്ല എന്ന് വിചാരിച്ചോ? ഞാൻ നേരി കണ്ട് സംസാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നേരി കണ്ട് സംസാരിക്കുമെന്ന് ചോദിച്ച് അമ്മ ചൂലെടുത്ത് നീതുവിനെ തല്ലാനായി വരുമ്പോൾ ചന്ദ്രൻ തടയുകയാണ്. അമ്മ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ശില പോലെ നിന്നാൽ ഞാൻ വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ? നീ പോകോ? അവനെ കാണുമോ എന്ന് ചോദിച്ച് അമ്മ വീണ്ടും നീതുവിനെ തല്ലുകയാണ്. നീതു പറയുന്നു, നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ഞാൻ ഹരീഷിനെ കാണാതിരിക്കില്ല. ഞാൻ അവനോട് സംസാരിക്കും, അവനെ തന്നെ കല്യാണം കഴിക്കും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യ്. അങ്ങനെ നീതു റൂമിന്റെ അകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. ചന്ദ്രൻ നീതുവിന്റെ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. പൊട്ടിയ ഫോണിലേക്ക് നോക്കി വിഷമത്തോടുകൂടി റൂമിലിരിക്കുകയാണ് നീതു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്